നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വിളകൾക്ക് വിലനാശം. ശീതകാലമായിട്ടും കുരുമുളകിന് പ്രതീക്ഷിച്ച ഡിമാൻഡ് ലഭിച്ചില്ല. കൊച്ചി ടെർമിനൽ വിപണിയിൽ കുരുമുളകിന് ആവശ്യക്കാർ കുറവായതോടെ കിലോയ്ക്ക് 2 രൂപ കുറഞ്ഞു. സംസ്ഥാനത്തെ പ്രാദേശിക മാർക്കറ്റുകൾ വഴി ഉത്തരേന്ത്യയിലേക്ക് കുരുമുളക് കയറ്റിപ്പോകുന്നുണ്ടെന്നാണ് കൊച്ചിയിൽ വ്യാപാരികൾ പറയുന്നത്. ചെറിയ തോതിലുള്ള ആവശ്യക്കാരും കൊച്ചിയിൽ നിന്ന് വാങ്ങാതെ ഉൽപ്പാദന മേഖലകളിൽ നിന്നും വാങ്ങുന്നുണ്ട്. ഇതോടെ കൊച്ചി ടെർമിനൽ വിപണിയിൽ വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറവായിരുന്നു. പോയ വാരത്തെ അപേക്ഷിച്ച് 76 ടൺ കുറവാണ് വിൽപ്പനയ്ക്കെത്തിയത്. പച്ചക്കുരുമുളക് കിലോ 175 രൂപയിൽ നിന്നും 215 രൂപ വരെ വില ഉയർന്നതോടെ ഇടുക്കിയിൽ പച്ചക്കുരുമുളകിൻ്റെ വിൽപ്പന കുറഞ്ഞു. പച്ചക്കുരുമുളക് ഉണക്കി വിൽക്കാനാണ് കർഷകർ കൂടുതലായും താൽപ്പര്യപ്പെടുന്നത്. ഉണക്കി വിറ്റാൽ കിലോ 800 രൂപ വരെ കിട്ടുമെന്നാണ് കർഷകരുടെ കണക്കുകൂട്ടൽ. ഉൽപ്പാദനം കുറയുമെന്ന സാഹചര്യത്തിൽ വൻകിട കർഷകർ പച്ചമുളക് ഉണക്കി സ്റ്റോക്ക് ചെയ്യാനും നീക്കമുണ്ട്. ഡിസംബറിൽ സീസൺ തുടങ്ങിയതോടെ ഏപ്രിൽ മെയ് കാലയളവിൽ വിളവെടുപ്പാകും വില കൂടുതൽ കിട്ടുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. ശ്രീലങ്കയിലുണ്ടായ പ്രളയക്കെടുതിയിൽ വലിയ തോതിൽ അവിടെ കുരുമുളക് കൃഷിക്ക് നാശനഷ്ടമുണ്ടായെന്നും ഉൽപ്പാദനം കുറയുമെന്നാണ് ശ്രീലങ്കയിലെ കർഷകരും കയറ്റുമതിക്കാരും പറയുന്നത്. ഈ സാഹചര്യത്തിൽ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറ്റുമതി തൽക്കാലം ഉണ്ടാകില്ല. രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ശ്രീലങ്ക വഴി കുരുമുളക് ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യയിലെ ഇറക്കുമതിക്കാരും ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. ഇതെല്ലാം വരും നാളുകളിൽ കുരുമുളകിന് വില ഉയരാനാണ് സാധ്യത. ഇന്ത്യയിലെ കുരുമുളക് ഉൽപ്പാദന മേഖലകളിൽ കേന്ദ്ര കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകരെയും വ്യാപാരികളെയും നേരിൽ കണ്ട് ഉൽപ്പാദനം 11 ലക്ഷം ടൺ ഉണ്ടാകുമെന്നാണ് കണക്കെടുത്തത്. പിന്നീട് ഉദ്യോഗസ്ഥരുടെ കണക്ക് 85,000 ടണ്ണായി കുറഞ്ഞു. എന്നാൽ കർഷകരുടെ കണക്കിൽ 65,000 ടണ്ണാണ് പ്രതീക്ഷ. ഉൽപ്പാദനം കുറഞ്ഞാൽ കുരുമുളകിന് വില കൂടാനാണ് സാധ്യത. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം അയ്യപ്പ ഭക്തരിൽ നിന്ന് കുരുമുളകിന് ഡിമാൻഡ് കുറഞ്ഞെന്നാണ് പത്തനംതിട്ടയിലെ വ്യാപാരികൾ. കൊച്ചി ടെർമിനൽ വിപണിയിൽ കഴിഞ്ഞ വാരം 110 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. വാരാന്ത്യ വില കൊച്ചി കുരുമുളക് അൺഗാർബിൾഡ് കിലോ 690 രൂപയും ഗാർബിൾഡ് മുളക് 710 രൂപ, പുതിയ മുളക് 680 രൂപ. കയറ്റുമതി നിരക്ക് ഇന്ത്യ ഒരു ടണ്ണിന് $8,000, ഇന്തോനേഷ്യ $7,300, ശ്രീലങ്ക 700, വിയറ്റ്നാം 6,800, ബ്രസീൽ $6,300. സുഗന്ധവ്യഞ്ജനങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇന്തോനേഷ്യ. വരുന്ന 20 വർഷ കാലയളവിൽ ലോക വിപണിയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള വർദ്ധിച്ച ഡിമാൻഡ് മുന്നിൽ കണ്ട് ദീർഘകാല പദ്ധതികൾക്ക് ഇന്തോനേഷ്യ തുടക്കം കുറിച്ചു. ജക്കാർത്തയുടെ ഈ നീക്കം കുരുമുളക്, ജാതിക്ക തുടങ്ങിയ മുഖ്യ ഉൽപ്പന്നങ്ങളുടെ കൃഷി വികസനത്തിന് വഴി തെളിക്കുമെന്നത് കണക്കിലെടുത്താൽ രാജ്യാന്തര വിപണിയിൽ അടുത്ത ദശകത്തിൽ അവർ വിയറ്റ്നാമിനൊപ്പമോ അതിനു മുകളിലോ സഞ്ചരിച്ച് സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ വൻ ശക്തിയായി മാറാം. മസാല വ്യവസായ രംഗത്ത് 2045 വരെയുള്ള ദീർഘകാലയളവിലെ വികസനത്തിനാണ് അവർ തുടക്കം കുറിച്ചത്. വിയറ്റ്നാമിൽ കുരുമുളക് വില കിലോഗ്രാമിന് 1.5 ലക്ഷം ഡോങ്ങായി ഉയർന്നു. ആഭ്യന്തര വിപണിയിൽ ചരക്ക് ക്ഷാമം രൂക്ഷമായതിനിടയിൽ ന്യൂ ഇയർ കയറ്റുമതിക്കുള്ള വാങ്ങലുകൾ ശക്തമായത് വിലക്കയറ്റത്തിന് വേഗത പകർന്നു. നടപ്പു വർഷം ലോക വിപണിയിൽ കയറ്റുമതിയിലെ ആധിപത്യം വിയറ്റ്നാം നിലനിർത്തി. ബ്രസീലിലും മലേഷ്യയിലും ചരക്ക് ലഭ്യത കുറവാണ്. ആഭ്യന്തര ആവശ്യങ്ങൾക്കുള്ള കുരുമുളകിന് ഇന്ത്യ ഇതര ഉൽപ്പാദക രാജ്യങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ മാറ്റമില്ല. സ്പൈസസ് ബോർഡ് ഉണർന്നു പ്രവർത്തിച്ച് വരുന്ന 10 വർഷ കാലയളവിലേക്ക് കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സമയമായി. ഇറക്കുമതി പൂർണ്ണമായും തടയുന്നതിനൊപ്പം ഇറക്കുമതിക്ക് വേണ്ടിവരുന്ന വിദേശ നാണയവും നമുക്ക് നിലനിർത്താനാവും. കർഷക കുടുംബങ്ങളുടെ വരുമാനം ഉയർത്താനുള്ള ദീർഘകാല പദ്ധതികൾക്ക് പുതുവർഷം തുടക്കം കുറിച്ചാൽ നമ്മുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനാകും.